കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിനിയായ 13-കാരിയെ തട്ടിയെടുക്കാനും ശ്രമം നടന്നുവെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുട്ടിയെ കണ്ടെത്തുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ കുട്ടിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിനോടൊപ്പം കുട്ടി കന്യാകുമാരിയിലേക്ക് പോയ അതേ കമ്പാർട്ട്മെന്റിലും ചില ഇതര സംസ്ഥാനക്കാരും ഉണ്ടായിരുന്നു. ഇവരാണോ കുട്ടിയെ കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ വഴി അസമിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന സംശയം സജീവമാണ്. കന്യാകുമാരിയിലേക്കുള്ള യാത്രക്കിടെ കുട്ടിയുടെ ഫോട്ടോ എടുത്ത ബബിതയും ആ കമ്പാർട്ട്മെന്റിൽ ഇതര സംസ്ഥാനക്കാരുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇവർ വിശാഖപട്ടണത്ത് നിന്നും തീവണ്ടിയിൽ യാത്ര തുടരുകയും ചെയ്തു. വിശാഖപട്ടണത്ത് തിരച്ചിലിന് വന്ന മലയാളി അസോസിയേഷൻ പ്രതിനിധികളുടെ തുടർച്ചയായ ചോദ്യങ്ങളിൽ ഇവർ പതറി. കുട്ടിയോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ കൃത്യമായ മറുപടി ലഭിച്ചതിനെ തുടർന്നാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞതെന്നും ഇവർ പറഞ്ഞു. കുട്ടി മുകളിലെ ബെർത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. അടുത്തിരുന്ന കുടുംബത്തോട് ചോദിച്ചപ്പോൾ തങ്ങളുടെ കുട്ടിയല്ല എന്ന് പറഞ്ഞു. അപ്പുറത്തെ ക്യാബിനിൽ ഇരിക്കുന്ന സ്ത്രീകളുടെ കുട്ടിയാണെന്ന് പറഞ്ഞു. അവർ കുട്ടിക്കായി അവകാശവാദം ഉന്നയിച്ചു. തങ്ങളുടെ കുട്ടിയാണെന്ന് പറഞ്ഞു. തുടർച്ചയായ ചോദ്യങ്ങളിൽ അവർ പതറി. ഇതിനിടെ കുട്ടിയെ ഉണർത്തി പ്രചരിക്കപ്പെട്ട ഫോട്ടോയുമായി താരതമ്യം ചെയ്തു ഉറപ്പിച്ചു. മലയാളി അസോസിയേഷനിലെ MRG ഉണ്ണിത്താൻ വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്ന സ്ത്രീകളായിരുന്നു കുട്ടിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചത്. ടിക്കറ്റും മറ്റും ചോദിച്ചപ്പോൾ സംഘം പരിഭ്രമിച്ചു. കുട്ടിയുമായി പുറത്തിറങ്ങിയപ്പോൾ അവർ കാര്യമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചതുമില്ല. കുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു. കേരളത്തിൽ നിന്നും അച്ഛനെയും അമ്മയും വിട്ടു വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി അതെ എന്ന് മറുപടി പറഞ്ഞു. ഇത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. തുടർന്ന് RPFന്റെ വനിതാ കോൺസ്റ്റബിളിന് കുട്ടിയെ കൈമാറി. കുട്ടിയെ കണ്ടെത്തിയ സംഘത്തിന് പറയാനുണ്ടായിരുന്നത് ഇതായിരുന്നു. ഇതിനോടൊപ്പം ബബിതയുടെ വെളിപ്പെടുത്തൽ കൂടിയാകുമ്പോൾ കന്യാകുമാരിയിലേക്കുള്ള യാത്രയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാനക്കാരിലും സംശയം എത്തുന്നു. ക്ലാസ് കഴിഞ്ഞ് പതിവ് പോലെ തമ്പാനൂരിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് പോകാനായി തീവണ്ടിയിൽ കയറി. ഉച്ചയ്ക്ക് 1 മണി സമയം. കൂടെ 2 കൂട്ടുകാരികളും ഉണ്ടായിരുന്നു. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോഴാണ് കുട്ടിയെ കണ്ടത്. കുട്ടിയുടെ വേഷം കരഞ്ഞു തളർന്ന പോലുള്ള മുഖഭാവവും കണ്ടപ്പോൾ തന്നെ ഒരു സംശയം തോന്നി. ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതിൽ മണ്ണ് പറ്റിപ്പിടിച്ചിരുന്നു. കയ്യിൽ നോട്ട് ചുരുട്ടി പിടിച്ചിരുന്നു. പിന്നെ ബസ് ടിക്കറ്റ് പോലെ എന്തോ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതുപോലുള്ള വേഷം. ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള സീറ്റുകളിൽ ഹിന്ദിക്കാരെ പോലെ കുറച്ചു പേരും ഉണ്ടായിരുന്നു. കൂട്ടത്തിലുള്ളതാവാം, ചിലപ്പോൾ മാറിയിരിക്കുന്നതായിരിക്കാം എന്ന് കരുതി. എന്നാലും ഒരു പന്തികേട് തോന്നിയതുകൊണ്ട് ഫോട്ടോ എടുത്തു. കുട്ടി അത് ശ്രദ്ധിച്ചു. പിന്നെ എന്നെ തുറിച്ചു നോക്കി. എന്തെങ്കിലും ചോദിക്കണമെന്ന് കരുതിയെങ്കിലും മറ്റു സീറ്റുകളിൽ ഇരിക്കുന്നവരുടെ ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി മിണ്ടാതെയിരുന്നു. ഇതായിരുന്നു ബബിതയുടെ വിശദീകരണം. അതായത് ഈ തീവണ്ടിയിലും ചില ഹിന്ദിക്കാരുണ്ടായിരുന്നു. അവരുടെ ഉപദേശം അനുസരിച്ചാണോ കുട്ടി ചെന്നൈയിൽ നിന്ന് താമരം തീവണ്ടിയിൽ കയറിയതെന്നും സംശയമുണ്ട്. കാണാതായിട്ട് 37 മണിക്കൂറിന് ശേഷം കണ്ടെത്തിയ അസം സ്വദേശിനിയായ 13 വയസ്സുകാരിയെ തിരിച്ചെത്തിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കഴക്കൂട്ടത്ത് നിന്ന് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ട്രെയിനിൽ വിശാഖപട്ടണത്തേക്ക് തിരിച്ചു. കഴക്കൂട്ടം SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരിച്ചിട്ടുള്ളത്. കുട്ടി നിലവിൽ RPFന്റെ സംരക്ഷണയിലാണ്. വൈകാതെ ചൈൽഡ് ലൈനിന് കൈമാറുമെന്നാണ് വിവരം. ഇന്നലെ രാത്രി 10:15 മലയാളി അസോസിയേഷൻ പ്രവർത്തകർ താമരം എക്സ്പ്രസിൽ കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ തിരിച്ചെത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും കുടുംബത്തിന് നൽകുക. കുട്ടിക്ക് കൗൺസിലിംഗും കൊടുക്കും. അതേസമയം കുട്ടിയെ വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് പോലീസിന്റെ നീക്കം.